സർ, കെ എസിനെ കുറിച്ച് പറയുവാണെങ്കിൽ സർ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ജോബിൽ ഇരിക്കെ കെ എസ് എന്നുള്ളൊരു ഡ്രീമിലേക്ക് സർ വന്നത്? സർ അത് എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ UPSC ആസ്പിറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ UPSC അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. അപ്പോൾ അതിനിടയ്ക്കാണ് എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടിയ. ഞാൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ എഴുതി UPSCയുടെ ചാൻസ് ഇങ്ങനെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ആക്ച്വലി എന്താ പറയുക KSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ പഠിച്ച ഒരു ബാക്കപ്പ് ശരിക്കും ഇതിന് പ്രയോജനപ്പെട്ടു. അപ്പോൾ ആ ഒരു എന്താ പറയുക, കാരണം ഈവൻ ഇപ്പോൾ UPSC പോലെ തന്നെ നമുക്കിപ്പം PSC നടത്തുന്ന KSലൂടെ നമുക്ക് സർവീസിൽ വന്നാൽ തന്നെയും നമുക്ക് ഭാവിയിൽ നമുക്ക് IAS കൺഫർ ചെയ്ത് കിട്ടുകയും നമുക്ക് കേരള സ്റ്റേറ്റ് കേഡറിൽ തന്നെ നിൽക്കാൻ പറ്റുകയും ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലുണ്ട് എന്നുള്ളൊരു സാധ്യത ഇപ്പോൾ ഈ പുതിയൊരു സിവിൽ സർവീസ് തുറന്നു വെക്കുന്നുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനെ എന്തായാലും ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. Alchemy IAS, transforming dreams into reality.